Hello everyone, welcome back to our channel and this is Shilpa. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അവിടെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഫസ്റ്റ് ഓപ്ഷൻ ഇടാനും മറക്കരുത്. എന്നാൽ മാത്രമാണ് ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് കാണാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ ധാരാളം കോണ്ടൻറ്റ്സ് ഇത് ചെയ്യുന്നുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. ഓക്കെ, എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം ഞാനവിടെ കുറേ സ്റ്റൈലിംഗ് വീഡിയോസും സെൽഫ് പോർട്രേറ്റ്സും അങ്ങനെ കുറേ കാര്യങ്ങളും പിന്നെ നമ്മുടെ Q&Aൻ്റെയും എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ അതിലാണ് ഇടുന്നത്. സോ ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഓണം മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. യെസ്, ഐ നോ, ഇപ്രാവശ്യം ഓണം ഉണ്ടോ എന്തുണ്ടോ നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ എന്തൊക്കെയായിരുന്നാലും നമ്മൾ ഇന്നത്തെ ഒരു ഫോട്ടോജനിക് കണ്ടീഷനിൽ എന്തായാലും നമ്മൾ ഒരുങ്ങും അല്ലേ? നമ്മളെന്തായാലും ഒരുങ്ങും ഫോട്ടോസ് എടുക്കാനെങ്കിലും മിനിമം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് എന്നാൽ കുറച്ച് ഗ്ലാം എന്നാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെൻ്റെ മുന്നിൽ Nykaa ഹാൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൽ ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും. ഞാൻ കുറച്ച് അവിടെ ഇടി മാത്രം കൺസീലർ ഇട്ടിട്ടുണ്ട്. കാരണം ഞാൻ രാവിലെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ റിമൂവ് ഒന്നും ചെയ്യാനായിട്ട് പോയില്ല. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്, സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്, കുറച്ച് കൺസീലർ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഒന്നും കൂടെ ഓയിൽ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കുഴപ്പമില്ല, നമ്മളെന്തായാലും ഫേസുള്ള അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ കുറച്ച് വെള്ളം എടുക്കുകയാണ്. നോർമൽ വെള്ളമാണ് കേട്ടോ, ടോണർ എടുക്കാൻ. ഞാൻ അപ്പോൾ എന്തായാലും ടോണർ ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് മറന്നു, അതുകൊണ്ടാണ്. ഫസ്റ്റ് തന്നെ ഒരു ടോണർ എടുത്തിട്ട് സ്പ്രേ ചെയ്യാം. ടോണർ സ്പ്രേ ചെയ്യാം കേട്ടോ, ഞാനത് വെറും വെള്ളമായിരുന്നു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലിടാണ്. നേച്ചർ ഷോറിൻ്റെ പോർസ് ആൻഡ് മാർക്സ് എന്നിട്ടുള്ള ഓയിലാണ്, അതാണ് എടുക്കുന്നത്. അത് കുറച്ച് കയ്യിലെടുക്കുക, 2 ഡ്രോപ്പ് മതി. അത് ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഫ്ലോലെസ് ഫിനിഷ് കിട്ടാനാണെന്ന് വേണമെങ്കിൽ പറയാം. ചെയ്യാൻ പോകുന്നത് കുറച്ച് ലിപ് ബാം അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇനി നിങ്ങൾക്ക് പ്രൈമർ എന്തായാലും യൂസ് ചെയ്യണം. ഞാൻ പക്ഷേ അതിൻ്റെ മുകളിൽ കൂടെ ചെയ്യണോണ്ടാണ് ഞാൻ ഇപ്പോൾ പ്രൈമർ യൂസ് ചെയ്യാത്തത്. ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക ഈ ഒരു ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു പ്രൈമർ ആയിരിക്കും. ഓക്കെ, കൺസീൽ ചെയ്യാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതവിടെ അതിൻ്റെ ഈ ഒരു മീഡിയം ടു അണി ഷെയ്ഡാണ് എടുക്കുന്നത്. ഇത് ഫോട്ടോഫോക്കസ് റേഞ്ചിലുള്ളതാണ് കേട്ടോ. കുറച്ചെടുത്തിട്ട് ഇട്ടാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു ഫോട്ടോ പെർഫെക്റ്റ് ലുക്കാണത്. ഓക്കെ, ഇനി ഇതിവിടെ 2 മിനിറ്റ് ഇരിക്കട്ടെ. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ബ്രോസ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാൻ പോകണം. ഞാൻ ഓൾറെഡി ബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്നും കൂടെ ഷാർപ്പായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനൊരു സ്പൂളി എടുക്കുക. ഇനി വീട്ടിലെങ്ങനെ തന്നെ ബ്രോസ് ചെയ്യാം എന്നറിയണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. കാരണം ഞാനിപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് പാർലറിലും ത്രെഡൊക്കെ ചെയ്തിട്ട് കാലങ്ങളായി. അപ്പോൾ ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മുടെ കൺസീലർ എടുത്തിട്ട് നമ്മുടെ ബ്രോസിന് ചുറ്റും വരച്ചു കൊടുക്കാൻ പോവാണ്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രോസിനെ കറക്റ്റായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ആംഗുലർ ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് ബ്രോസിന് ചുറ്റും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെറ്റായിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് നമ്മൾ അതിനെ ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് നമ്മുടെ ലൈൻ ചെയ്തിട്ടുള്ള പോർഷൻസിലേക്ക് കണ്ണിൻ്റെ മുകളിലേക്ക് നമ്മുടെ കണ്ണിനെയും ഫേസിനെയൊക്കെ ഒന്ന് ലിഫ്റ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. എന്നിട്ട് ആ എൻഡ് വെച്ചിട്ട് അതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഉണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എന്തൊക്കെയോ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ, അതാണ്. ഓക്കെ, നമ്മൾ ഫൗണ്ടേഷൻ ഇടാൻ പോവാണ്. ഇത് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ Maybellineൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ്. ഇത് ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ ബെയ്ജ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ തന്നെ എടുക്കണമെന്നില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടി എടുത്തതാണ് ഇങ്ങനെ. അപ്പോൾ ഇത് ഫുള്ള് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കൊരു മിനിമം കവറേജൊക്കെ തരണം എന്നുണ്ടെങ്കിൽ
ഈ ഒരു ഫൗണ്ടേഷൻ ബെസ്റ്റാണ്. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കവറേജ് തന്നെ ഈ സാധനം തരും. ഭയങ്കര എക്സ്പെൻസീവും അല്ല, എന്നാൽ നമുക്ക് വെയറബിളാണ്. നല്ലൊരു ഫൗണ്ടേഷനാണ് കേട്ടോ. നിങ്ങൾക്ക് സജഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് തോന്നുന്നു പേർപ്പിളിൽ സെയിൽ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ പോയി വാങ്ങിക്കോളൂ. അതുപോലെ തന്നെ ആമസോണിലും നടക്കുന്നുണ്ടാവും. അതിൽ തന്നെ ട്രയൽ നിങ്ങൾക്ക് കളർ അറിഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് ഒരു കുഞ്ഞു കളർ വാങ്ങിയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, Maybelline ഫിറ്റ് മീ കോമ്പാക്ട് പൗഡറാണ് എടുക്കുന്നത്. ഷെയ്ഡ് വന്നിട്ട് ലൈറ്റ് ബേജ് ആണ് കേട്ടോ, 118. ഞാൻ കുറച്ചെടുത്തിട്ട് കണ്ണിൻ്റെ അടിയിലും കണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. കണ്ണിൻ്റെ മുകളിൽ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സോഫ്റ്റ് ഗ്ലാം ലുക്കാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ നമുക്കതൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഐസിലേക്ക് കിടക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ഐസിന് വേണ്ടി ഉപയോഗിക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു പാലറ്റാണ്. ഇത് അൾട്രാ പ്രൊഫഷണൽ 12 ഷെയ്ഡ് പാലറ്റാണ്. ഇതെല്ലാം ഒരു കൈൻഡ് ഓഫ് ഗ്ലിറ്ററി ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഗ്ലിറ്ററിയാണ്. ഞാൻ ശരിക്കും ഇത് മാറ്റാന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഞാനിതാ ഈ ഒരു നിക്കാക്കേൻ്റെ ഈ ഒരു പാലറ്റാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഔട്ടർ കോർണറിൽ ഇടാൻ പോവാണ്. നമ്മൾ തന്നെ നന്നായിട്ട് ഔട്ടർ ഇതിന്ന് ഉള്ളിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് പോകരുത്. നമ്മുടെ മോൾ ഭാഗത്തേക്ക്, അതായത് ബ്രോസിൻ്റെ അവിടെ വരെ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു നല്ല ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ വേണമെങ്കിൽ ബ്രഷ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫിംഗേഴ്സ് തന്നെ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, വീണ്ടും നമ്മുടെ ഒരു വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഷെയ്ഡ് എടുത്തിട്ട് കട്ട് ക്രീസ് പോലെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇത്രയും വെച്ച് പ്ലേസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്യുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പിഗ്മെൻറ്റ് കുറച്ചും കൂടി ഡാർക്ക് ആവാനാണ്. ഇനി ഇതിൻ്റെ മുകളിൽ പൗഡർ വെച്ച് സെറ്റ് ചെയ്യണം. ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കളേഴ്സിലേക്ക് കിടക്കാൻ പോവാണ്. ഇത് ഒരു ട്രയലാണ് കേട്ടോ. ഇനി ഞാൻ ഒരുമാതിരി ഗ്രീൻ കളർ എടുക്കുകയാണ്, ഒരുമാതിരി ബ്രൗണിഷ് ഗ്രീൻ എടുക്കുകയാണ്. അത് കണ്ണിൻ്റെ ലിഡിൽ പ്ലേസ് ചെയ്യുകയാണ്. അതിൻ്റെ ഉള്ളിൽ അത് കഴിഞ്ഞിട്ട് ഞാനൊരു വൈറ്റ് കളർ വെച്ചിട്ടാണ് ഏറ്റവും ഇന്നറിലിടുന്നത്. പക്ഷേ ഈ ഒരു പാലറ്റിൻ്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടുപിടിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, 2 കളർ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ 2 കളറും കൂടെ ബ്ലെൻഡായി പോകും. ഒരു 3 കളറാവും ടോട്ടലി. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ഈ പാലറ്റിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കുഴപ്പമില്ലാത്തൊരു പാലറ്റാണ്. ഒരു സിംഗിൾ കളറൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, പക്ഷേ ഈ പാലറ്റിലെ കളേഴ്സ് എസ്പെഷ്യലി വൈറ്റ് വേറെ അതിൻ്റെ ഇതിൻ്റെയും കൂടുമ്പോൾ ഒക്കെ ബ്ലെൻഡായിട്ട് വേറൊരു കളറായി മാറുന്നുണ്ട്. അപ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മളൊരു പൊട്ട് കുത്താൻ പോവാണ്. പൊട്ടിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പൊട്ട് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ പൊട്ട് കാണാനില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ലൈനർ വെച്ചിട്ടൊരു കുഞ്ഞു പൊട്ട് തൊടാൻ പോവാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ കുറച്ച് ക്ലിപ്സ് മിസ്സായി. ഞാൻ കണ്ണൊന്ന് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. അടിയിലും മുകളിൽ കുറച്ചൊരു വിങ് ലൈനർ കൊടുത്തിട്ടുണ്ട്. ഇന്നർ കോർണേഴ്സിലൊന്ന് ഹൈലൈറ്റ് ചെയ്ത്, അതുപോലെ തന്നെ നമ്മൾ ചെയ്തതിൻ്റെ 2 അറ്റം ഒന്നും കൂടെ ഒന്ന് കളേഴ്സ് വെച്ച് ബ്ലെൻഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പൊട്ടൊക്കെ തൊട്ടിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ നോർമലി ഇവിടെയാണ് കേട്ടോ പൊട്ടോടെ. ഇനി നിങ്ങൾ ചോദിക്കരുത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തൊടുന്നതെന്ന്. കാരണം ഞാൻ ഇങ്ങനെയാണ് തൊടാറ്. എനിക്കിവിടെ കുത്തുമ്പോൾ എന്തോ ഒരു ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അവിടെ കുത്തുന്നത്. ഇനി നമുക്ക് കുറച്ച് ചന്ദനം തൊടാം. ചന്ദനത്തിന് വേണ്ടി ഇപ്പം എൻ്റെ കയ്യിൽ ചന്ദനം ഇല്ല. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ ഇടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ എന്തായാലും ചന്ദനം തന്നെ ഇടണം കേട്ടോ. ഇടണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ അപ്പോൾ എന്തായാലും കുറച്ച് ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് ഫോട്ടോസിനും അങ്ങനത്തെ ഇവൻറ്റ്സിനൊക്കെ പോകാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. ആസ് ഫോർ നൗ നമുക്കിപ്പോൾ ഇവൻറ്റ്സ് ഒന്നും പറ്റാത്തത് കൊണ്ട് ഈ സമയത്ത് നമുക്ക് എന്തായാലും ഇവൻറ്റ്സിനൊന്നും പോകണ്ട. നമ്മൾ വീട്ടിലിരുന്നിട്ട് തകർത്ത് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനൊരു ഗ്ലാം ലുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോസിൽ കുറച്ചും കൂടി നല്ല ഭംഗിയിലിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ലുക്ക്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഡെയിലി വെയറബിൾ ആണെന്ന് ചോദിച്ചാൽ വെയറബിൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് അത്ര കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് ഇതൊന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു ഐലൈനർ ലുക്ക്, ഈ ഒരു ഐഷാഡോ ലുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ജസ്റ്റ് ഒരു റെഡ് വെച്ചിട്ടൊന്ന് സ്മോക്ക് ഔട്ട് ചെയ്തിട്ട് കുറച്ച് ബ്ലാക്ക് എങ്ങാനും വെച്ച് സ്മോക്ക് ചെയ്ത് വിട്ടാൽ മതി. അതാകുമ്പോൾ ആ പണി തീരും. ബാക്കിയൊക്കെ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സാധനം തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബ്ലഷും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ബ്ലഷ് ആഡ് ചെയ്യട്ടെ. ഫേസസ് കാനഡയുടെ ഈ ഒരു ഷെയ്ഡ് ഞാൻ എടുക്കുന്നത്. വളരെ കുറച്ച് ഇടാൻ പാടുള്ളൂ കേട്ടോ. റെഡ് കളറാണത്. വളരെ ലൈറ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് തരാം. സോ ഡ്രസ്സ് മാറിയിട്ട് തരാം.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം ഇതിപ്പോൾ ഭയങ്കര ഗ്ലാം ലുക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കിത് ചെയ്യാം, ഇതിൽ കുറച്ച് ഐഷാഡോ ഒക്കെ കുറച്ചും ചെയ്യാം, ബാക്കി സെറ്റപ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാൻ അപ്പോൾ ഒരു വലിയൊരു ജിമിക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്, കുറച്ചും കൂടെ വലിയ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ പെട്ടെന്ന് നോക്കിയപ്പോൾ കൈ കിട്ടിയില്ല. പിന്നെ ഞാൻ കഴുത്തിലൊന്നും ഇടാത്തതിൻ്റെ കാരണം എൻ്റെ ഒരു ചോക്കർ നെക്ലസ് ആണ് ഞാൻ കുറച്ച് ഉദ്ദേശിച്ചത്, അതും ഈ പറഞ്ഞ പോലെ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഇടാത്തത്. പക്ഷേ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയണം, എന്നിട്ട് ഇതെങ്ങനെയുണ്ട് എന്നും കൂടെ പറയണം. ഞാൻ ബാക്കിലൊരു ബൺ പോലെ വെച്ച് സെറ്റ് ചെയ്തേക്കാണ്. നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കൂടെ മുല്ലപ്പൂ വെക്കാം. അപ്പോൾ മുല്ലപ്പൂ ഒന്നും കിട്ടുന്ന അവസരമല്ല, അതുകൊണ്ടാണ് മുല്ലപ്പൂ വെക്കാത്തത് കേട്ടോ. അതുകൊണ്ടാണ് അപ്പം അങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്, ഇങ്ങനത്തെ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും പല വീഡിയോസും കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. സോ ബൈ, ടേക്ക് കെയർ.